കൊൽക്കത്ത വിമാനത്താവളത്തിന് റൺവേക്ക് അടുത്തായിട്ട് ഒരു മസ്ജിദ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് പൊളിക്കാനുള്ള നടപടി എന്തെങ്കിലും ആയോ? നമ്മൾ ആ വാർത്ത പ്രേക്ഷകരോട് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അത് അവിശ്വസനീയമായിട്ട് തോന്നി. ഒരുപാട് പേർ എന്നെ വിളിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. വളരെ പ്രധാനപ്പെട്ട ആളുകൾ മുതൽ സാധാരണ പ്രേക്ഷകർ വരെ ഇങ്ങനൊരു മസ്ജിദ് അവിടെ ഉണ്ടോ, ഞങ്ങൾ പലതവണ കൊൽക്കത്തയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് കാരണം ഇവർ പലരും കാണാത്തത് കൊണ്ട് ഇത് രണ്ടാമത്തെ റൺവേ ആണ്. രണ്ടാമത്തെ റൺവേ പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല. കാരണം ഈ മസ്ജിദ് തന്നെ വിമാനത്താവളത്തിലുള്ള റൺവേയിൽ നിന്ന് 240 മീറ്ററിനുള്ളിൽ ഒന്നും പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഈ മസ്ജിദ് ഇരിക്കുന്നത് 150 മീറ്ററിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനപ്പെട്ട വലിയ വിമാനങ്ങൾ, ബോയിങ് A380 പോലെയുള്ള വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നില്ല. പിന്നെ അവിടെ ഈ മൂടൽമഞ്ഞുള്ള സമയത്ത് ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം നടപ്പാക്കാൻ പറ്റുന്നില്ല. വിമാനങ്ങൾക്ക് വഴികാട്ടാൻ പറ്റുന്ന ലോക്കലൈസർ സംവിധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ മസ്ജിദ് അവിടുന്ന് മാറ്റണമെന്ന് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അടക്കമുള്ള ഏജൻസികൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല, കേന്ദ്ര സർക്കാരും തയ്യാറാവുന്നില്ല. അതായിരുന്നു സ്ഥിതി. ഏറ്റവും അവസാനം ബുദ്ധദേവ് ഭട്ടാചാര്യ CPMൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കെ അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി ഷാനവാസ് ഹുസൈനുമായി ചർച്ച നടത്തി. അന്ന് പറഞ്ഞത്, ഒരു കാര്യം നമുക്ക് റൺവേ ഇത്തിരി വളച്ചുണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, റൺവേ അവിടെ അടുത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ ആദ്യം വിമാനത്താവളമാണോ പള്ളിയാണോ വന്നത് എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ആ ചോദിച്ച ആരായിരിക്കും എന്നറിയാമല്ലോ. അവിടെ മസ്ജിദ് ഉള്ളതുകൊണ്ട് വിമാനത്താവളം അവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നതിന് മുമ്പ് ഏറ്റവും പുതിയൊരു കാര്യം പറയാം. ചെന്നൈ വിമാനത്താവളത്തിലും ഇങ്ങനൊരു മസ്ജിദ് ഇരിപ്പുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ ചെന്നൈ വിമാനത്താവളത്തിൽ റൺവേയുടെ അടുത്ത് ഹസ്രത്ത് റംസാൻ അലി ഷാ ദർഗ എന്ന് പറയുന്ന ഒരു ദർഗയുണ്ട്. അവിടെ ഇപ്പോൾ നിത്യ പ്രാർത്ഥന, നമസ്കാരമൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ ഉറൂസ് ദിവസം മാത്രമാണ് അവിടേക്ക് ആളുകൾ പോകുന്നത്. ഇത് പ്രധാന റൺവേക്കും സെക്കൻഡറി റൺവേക്കും ഇടയ്ക്കാണ് ഈ മക്ബറ ഇരിക്കുന്നത്. ഇതും മാറ്റണമെന്ന് DGCA പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നടന്നിട്ടില്ല. അത് മാറ്റാൻ സമ്മതിക്കത്തില്ല. തമിഴ്നാട്ടിലെ ഭരണകക്ഷി, തമിഴ്നാട് ഭരിച്ചുകൊണ്ടുന്ന എല്ലാ സർക്കാരുകളും ആ മക്ബറ അല്ലെങ്കിൽ ഈ ദർഗ അവിടെ ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം കൂടി വേണം. അങ്ങനെ എയർപോർട്ട് അതോറിറ്റിക്ക് കയറി അങ്ങ് പൊളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ കൊൽക്കത്തയിലെ ഈ വിമാനത്താവളത്തിൻ്റെ രണ്ടാമത്തെ റൺവേയോട് ചേർന്നുള്ള ഗൗരിപൂർ ജുമാ മസ്ജിദ് അല്ലെങ്കിൽ ബാംഗ്ര മോസ്ക് എന്ന് പറയുന്ന മോസ്ക് ഉണ്ടെന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ഇക്കാലം അത്രയും നമ്മുടെ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല, ഇത് വാർത്തയല്ല, അങ്ങനെയൊക്കെ ചുമ്മാ തള്ളല്ലേ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ മാപ്പ് ഉൾപ്പെടെ, ഏരിയൽ വ്യൂ ഉൾപ്പെടെ എല്ലാ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് കാണിച്ചത്. പക്ഷേ ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടായി. സുവേന്ദു അധികാരി പള്ളിയുടെ ചുമതലക്കാരുമായിട്ടൊരു ചർച്ച നടത്തിയിട്ട് പറഞ്ഞു, പള്ളി പൊളിച്ചേ പറ്റൂ, മസ്ജിദ് പൊളിച്ചു നീക്കണം, റൺവേ വികസിപ്പിക്കണം. വിമാനത്താവളത്തിൽ ഒരു റൺവേ ഉണ്ടാക്കിയിട്ട് വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന സ്ഥിതി, അതുപോലെ ഇറങ്ങുന്ന വിമാനങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ ഈ മോസ്കിലിടിച്ച് വലിയ അപകടം ഉണ്ടാകുന്ന സ്ഥിതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പൊളിക്കാനുള്ള നടപടി ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ട് ഈ മസ്ജിദിൻ്റെ അധികൃതരുമായിട്ടൊരു യോഗം ചേർന്നു. അപ്പോൾ നേരത്തെ ചോദിച്ചവരില്ലേ, ഈ മസ്ജിദാണോ വിമാനത്താവളമാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ മസ്ജിദാണ്. 136 വർഷം മുമ്പുള്ള മസ്ജിദാണ്. അതിനുശേഷം അന്നൊരു ബാരൻ ലാൻഡാണ്, ഒഴിഞ്ഞ ഭൂമിയായിരുന്നു. അവിടെ ഏറ്റെടുത്തു, റൺവേ ഉണ്ടാക്കി. വിമാനത്താവളം വന്നപ്പോൾ അന്നും മുതൽ ആവശ്യപ്പെടുന്നുണ്ട് ഇത് മാറ്റണം. മാറ്റില്ല, ഞങ്ങൾ മാറ്റില്ല, വേണേ റൺവേ വളച്ചുണ്ടാക്കിക്കോ എന്നാണ് ഇവരുടെ പിടിവാശി. അപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു വലിയ വികസനം, ഇപ്പോൾ ഹൈവേ വരുന്നു, എവിടെയൊക്കെ എത്രയൊക്കെ എന്തെല്ലാം വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ബംഗാളിലെ സർക്കാർ ഇതിന് അനുകൂലമായിരുന്നു. CPMൻ്റെ സർക്കാരും അനുകൂലമായിരുന്നു, മമതയുടെ സർക്കാരും അനുകൂലമായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ സംഭവത്തിൽ തൊടാൻ പാടില്ല, അത് അവിടെ ഇരുന്നോട്ടെ, വിമാനം എങ്ങനെയാലും ഇറങ്ങട്ടെ എന്ന നിലപാടായിരുന്നു. പക്ഷേ സുവേന്ദു ഇപ്പോൾ പറഞ്ഞു പറ്റില്ല, മാറ്റണം എന്ന് പറഞ്ഞു. ഇവർ ഒരുപാട് അപ്പീൽ ചെയ്തു. അങ്ങനെയല്ല, ഞങ്ങളത് അവിടെ ഇരുന്നോട്ടെ, ഇത്രയും കാലം ഇരുന്നതല്ലേ, അതുകൊണ്ട് വേറെ ഒന്നും വരത്തില്ലല്ലോ. പക്ഷേ സുവേന്ദു അധികാരി വളരെ കണിശമായ നിലപാടെടുത്തിട്ട് ഈ ബംഗറ മസ്ജിദും മാറ്റിയേ പറ്റുള്ളൂ എന്ന് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നറിയാമല്ലോ, സാധാരണഗതിയിൽ വരുന്ന പോലെ ബുൾഡോസർ വരും. അപ്പോൾ വളരെ കൃത്യമായി പള്ളി കമ്മിറ്റി സമ്മതിച്ചു, പെരുന്നാളൊന്നും കഴിഞ്ഞോട്ടെ. ഇപ്പം കഴിഞ്ഞല്ലോ, പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞു, പെരുന്നാളൊന്നും കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് ബംഗാളിലെ അവിടുത്തെ ജില്ലാ ഭരണകൂടം മസ്ജിദ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയിരിക്കുന്ന മറുപടി, പള്ളി പൊളിക്കണ്ട, ഞങ്ങളത് മാറ്റി സ്ഥാപിച്ചോളാം.
എന്ന് പറഞ്ഞാൽ ഈ പള്ളി ഇപ്പം അങ്ങനത്തെ ടെക്നോളജി ഉണ്ട്. അതെ. പണ്ട് അയോധ്യയിലെ ബാബറി മസ്ജിദ് ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് വേണമെങ്കിൽ മസ്ജിദ് മാറ്റി വെച്ച് കൊടുക്കാമെന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ടെക്നോളജി വെച്ച് അതിൻ്റെ അടിത്തറയൊക്കെ പൊക്കി വീലൊക്കെ വെച്ച് ഉരുട്ടി മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റാം. ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി തന്നെ ഒരു ഓഫർ വെച്ചിരിക്കുന്നു, ഞങ്ങൾ ഈ പള്ളി എടുത്തുകൊണ്ട് പൊക്കോളാം, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, കുറച്ച് സ്ഥലം എവിടെയെങ്കിലും തരുമോ. അങ്ങനൊരു അപേക്ഷ മസ്ജിദ് കമ്മിറ്റി ജില്ലാ ഭരണകൂടത്തിന് മുമ്പാകെ വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഈ ചില ആളുകൾ വരുമ്പോൾ 136 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു മസ്ജിദ് ഇപ്പോൾ മാറ്റാനല്ല ഉരുട്ടിക്കൊണ്ട് പോകാൻ പോവാണ്. എന്താണ് കാരണം? സിമ്പിളാണ്. അങ്ങനെ ഒരു മതത്തിൻ്റെ ഒരു സംഭവം ഇതിനകത്ത് ഇരിക്കണ്ട. അത് യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനം. അതുമാത്രമല്ല, മമതയുടെ കാലത്ത് ചെയ്തതെന്നറിയോ, ഈ എല്ലാ ദിവസവും അവിടെ പോയി നമസ്കരിക്കാൻ ആളുകൾ പോകുന്നുണ്ട്. വിമാനത്താവളത്തിൻ്റെ അകത്തൂടെ പോകുമ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് എയർപോർട്ട് അതോറിറ്റി ആവശ്യപ്പെട്ട മമതാ ബാനർജി പറഞ്ഞതെന്നറിയോ, ഒരു കാര്യം ചെയ്യും, പുറത്തുനിന്ന് അകത്തോട്ട് പോകാൻ ബസ് സർവീസ് ഏർപ്പാടാക്കാം, ഫ്രീ ബസ്. അപ്പോൾ സുഖമായി AC ബസ് ഇട്ട് കൊടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആറാട്ട് എയർപോർട്ടിലൂടെ അല്ലേ പോകുന്നത്? പ്രിയ കണ്ടിട്ടില്ലേ? അതെ, പോയിട്ടുണ്ട്. എന്താ പ്രിയന് പറയാനുള്ളത്? അതിനകത്തൂടെ പോയി ഒരു വശത്തൂടെയാണ് പോകുന്നത്, ആ സൈഡിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് നിന്ന് ഇറങ്ങി പോകുന്നത്. ഇത് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ആചാരമാണ്. അന്ന് തൊട്ട് ഇതിന്റെ പെർമിഷൻ കൊടുത്തിട്ടാണ് അവിടെ എയർപോർട്ട് സ്ഥാപിച്ചത് തന്നെ. അതായത് ഒരു പ്രീ കണ്ടീഷനാണ്. വിമാനത്താവളത്തിന് വേണ്ടി സ്ഥലം കൊടുക്കുമ്പോൾ മറ്റ് വർഷത്തിൽ ഒരു ദിവസം അതിലൂടെ ഭഗവാന്റെ ആറാട്ടിന് കടന്നു പോകാൻ സ്ഥലം കൊടുക്കാമെന്നുള്ള കരാറ് വെച്ചിട്ടാണ് എയർപോർട്ടിലുള്ള സ്ഥലം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം വിട്ടുകൊടുത്തത്. പത്മനാഭന്റെ ആയിരുന്നു രാജ്യം വരെ. അതുപോലെയല്ല ബംഗാറ പള്ളി ഇരുന്നത്. ചില ആളുകൾ താഴെ വന്നിട്ട്, അപ്പോൾ നിങ്ങളുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കൂടെ റൺവേ കൂടെ പോകുന്നുണ്ടല്ലോ, അത് മാത്രമല്ല 365 ദിവസവും പോകണില്ല, വർഷത്തിൽ ഒരു ദിവസം, കൂടിപ്പോയാൽ 1 മണിക്കൂർ അല്ലേ, അത്രേ, ഒരു മണിക്കൂർ പോലും ഇല്ല. അവരെ കുറച്ച് സമയം ക്രോസ് ചെയ്യാൻ എടുക്കുന്നത്, പക്ഷേ അതിന് സർവീസ് നിർത്തിവെക്കും. എന്നാൽ പോലും ഈ പുറത്തുനിന്നുള്ള ആളുകൾ കടന്നു പോകുന്ന കഷ്ടിച്ച് 1 മണിക്കൂർ പോലും എടുക്കുന്നില്ല ക്രോസ് ചെയ്ത് പോകാൻ. അത് വിമാനത്താവളം തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന കരാറിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഞങ്ങളുടെ പള്ളി അവിടെ ഉണ്ടായിരുന്നു, അത് വിമാനത്താവളം പിന്നെ വന്നാലേ വേണം, വിമാനത്താവളം മാറ്റിക്കൊണ്ട് പോകും, ഞങ്ങളുടെ മസ്ജിദ് അവിടെ ഇരിക്കും എന്ന് പറയുന്നൊരു യുക്തിയും ഇതുമായിട്ട് കണക്ട് ചെയ്യരുത്. അപ്പോൾ ഏതായാലും ആരാധന നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷെ നാട് വികസിക്കുകയും വേണം. ഇപ്പം ഈ ക്രിസ്ത്യാനികളുടെ പള്ളികളും മുസ്ലിം മോസ്കുകളും തമ്മിലുള്ള വ്യത്യാസം, ഈ രണ്ടിടത്തും ദൈവമില്ല, ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലം മാത്രമാണ്. ഹിന്ദുവിൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൂർത്തിയുണ്ട്, മൂർത്തിയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഈ ബാബറി മസ്ജിദ് കേസിലൊക്കെ ഇത് വളരെ സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ബാബറി പള്ളി എന്ന് പറയുന്ന പള്ളി അവിടെ വിഗ്രഹമൊന്നുമില്ല, അത് അവിടെയല്ല, അങ്ങോട്ട് മാറിയാലും അത് ബാബറി പള്ളി അവിടെ തന്നെ ഉണ്ട്. അവർക്ക് പോയി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ ഹാൾ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ സമ്മതിക്കുമെന്നറിയില്ല, എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇപ്പോൾ വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒരു വിഗ്രഹാരാധന, വിഗ്രഹം മാത്രമല്ല, കൊടിമരമുണ്ട്, വിളക്കുണ്ട്, കൽവിളക്കുണ്ട്, ചണ്ടയുണ്ട്, പഞ്ചാരിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എന്തോ പൊങ്കാല വരെ ഉണ്ട്. പൊങ്കാലയുണ്ടോ? ഇപ്പൊ പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് ക്രിസ്ത്യാനികള്. ഏത് പള്ളിയില്? അത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടില് യേശു മുരുകന്റെ രൂപത്തിലൊക്കെ മയിലിന്റെ പുറത്തിരിക്കുന്ന രൂപമൊക്കെ വരുന്നത്. അപ്പൊ ഏതായാലും ഈ ബംഗാറ പള്ളി പൊളിച്ച് നീക്കാമെന്ന് മസ്ജിദിന്റെ പൊളിച്ചു നീക്കുന്നില്ല, അത് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാമെന്ന് കൊൽക്കത്തയിലെ മുസ്ലിമുകൾ സമ്മതിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. അതായത് ഈ കഴിഞ്ഞ കാലം അത്രയും അവർ തീരുമാനിക്കുന്നത് പോലെ അവിടെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ദുർഗാപൂജ നിരോധിച്ചിട്ടുണ്ട് മമതാ ബാനർജി. കാരണം ദുർഗാപൂജയും പെരുന്നാളും ഒരുമിച്ച് വന്നാൽ പെരുന്നാൾ നടക്കും, ദുർഗാപൂജ നടക്കില്ല. അതും മാറിയിട്ട് ഒരു കൊള്ളാവുന്ന സർക്കാർ ആണൊരുത്തരമ്പ് കയറി കസേരയിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ പള്ളി എടുത്തുകൊണ്ട് സ്ഥലം വിട്ടോളാം എന്ന് പറയുന്ന തരത്തിലേക്ക് ബംഗാളിൽ മാറ്റം വന്നിരിക്കുന്നു. മാത്രമല്ല 2 സ്ഥലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 23 ജില്ലകളിൽ ഹോൾഡിംഗ് സെൻ്ററുകൾ, അതായത് കരുതൽ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മാൽഡയിലും മുർഷിദാബാദിലും 2 തുറന്നപ്പോഴേ BSFിൻ്റെ ചെക്ക് പോസ്റ്റിൽ 100 കണക്കിന് ആളുകൾ വന്ന് തമ്പടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ പൊക്കോളാം, ഞങ്ങൾക്ക് റേഷൻ കാർഡും വോട്ടർ കാർഡും ഒക്കെ ഉണ്ടായിരുന്നു, 2021 പാർലമെൻറ്റ് ഇലക്ഷനിൽ വരെ ഞങ്ങൾ വോട്ട് ചെയ്തതാണ്, പക്ഷേ ഇനിയും രക്ഷയില്ല, ഞങ്ങൾ തിരിച്ചു പോകണം, ഞങ്ങളെ തിരിച്ചു വിടണം എന്നാവശ്യപ്പെട്ട് 100 കണക്കിന് ആളുകൾ BSFിൻ്റെ ചെക്ക് പോസ്റ്റുകളിൽ കിടക്കുക. ഇക്കാലം അത്രയും നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിച്ചവർ, ഇക്കാലം അത്രയും നമ്മുടെ രാജ്യത്ത് വിദേശികളായിരുന്നിട്ട് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ടവർ, വോട്ട് ചെയ്തവർ, അവരിപ്പോൾ പറയുകയാണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞ 10-15 വർഷം മമതയുടെ കാലത്ത്
30-ലേറെ വർഷം CPM കാലത്ത് ഈ രാജ്യത്തെ സമ്പത്ത്, വിഭവങ്ങൾ, ജനാധിപത്യ പ്രക്രിയയൊക്കെ സ്വാധീനിച്ചു കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു. അതുകൊണ്ടാണ് അസമിൽ ഹിമന്ത വിശ്വ പറയുന്നത് മിയാ മുസ്ലിമുകളെ ചവിട്ടി ഓടിക്കണം, വെടിവെച്ച് തീർക്കണം എന്ന് പറയുന്നത്. കാരണം അവർ ഇന്ത്യക്കാരല്ല. ഇന്ത്യയിൽ നിന്നല്ലാത്ത വിദേശികൾ ഇവിടെ വന്ന് ഇന്ത്യയുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ രാജ്യത്ത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടന്നുകൊണ്ടിരുന്നു, അത് അവസാനിക്കുകയാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്നലെ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത ഒരു യോഗം നടന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം രാജസ്ഥാനിലെ SP-മാരുടെയും ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും യോഗമാണ്. ആ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു, അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ നിയമവിരുദ്ധ നിർമ്മാണങ്ങളും, ഇല്ലീഗൽ കൺസ്ട്രക്ഷനും പൊളിച്ചു നീക്കണം. ജയ്സാൽമീർ, ബിക്കാനീർ അടക്കമുള്ള 4-5 ജില്ലകളിലെ ഇത്തരം നിർമ്മിതികൾ പൊളിച്ചു കളയാനും ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യം, ഇപ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പും ആസാമിലെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതുകൂടി രാജ്യം ചില പ്രക്രിയകൾ, അതായത് രാജ്യത്തെ പൗരന്മാരല്ലാത്തവർ നുഴഞ്ഞു കയറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോട്ട കൊത്തളങ്ങളൊക്കെ തവിട് പൊടിയാക്കാനുള്ള നടപടികൾ അതിവേഗത്തിൽ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി ചെങ്കോട്ട പ്രസംഗത്തിൽ പറഞ്ഞ ഡെമോഗ്രാഫിക് കമ്മീഷനും വന്നു. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലെ ജനസംഖ്യയിലുണ്ടായിരിക്കുന്ന വർധന പഠിക്കുക, അവിടെയുള്ള ആളുകളുടെ ആധാർ കാർഡ്, വോട്ടർ കാർഡ്, റേഷൻ കാർഡ് ഒക്കെ പരിശോധിക്കാനുള്ള സംവിധാനം കൂടെ വരികയാണ്. അപ്പോൾ പൗരത്വം ഇന്ത്യക്കാർക്കുള്ളതാണ് എന്ന് ഉറപ്പിക്കുന്ന നടപടികളുമായി കേന്ദ്രം പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ബംഗാറ മസ്ജിദും വിമാനത്താവളം വിട്ടു പോകാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.